ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ആദ്യം നമുക്കൊരു ചെറിയ വീഡിയോ കണ്ടു തുടങ്ങാം. വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായില്ലേ ഇന്ന് നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോകുന്നത്? അതന്നെ പേപ്പർ ബ്ലൈൻഡ് ബാഗ്, അതും കൊറോമി തീമില്. ആദ്യം നമുക്ക് കുറോമി നൈൽസ് ഉണ്ടാക്കിയെടുക്കാം. അതിനിതേ ഞാൻ ഒരു A4 ഷീറ്റ് ഇങ്ങനെ മടക്കി എടുക്കുന്നുണ്ട്. ഒരു A4 ഷീറ്റിൽ 4 ഭാഗമാണ് ഏറ്റവും നല്ലത്. അപ്പം ഞാൻ 4 ഭാഗമാക്കി മടക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് 4 ഭാഗത്തും 4 ഡിസൈൻസ് കൊടുക്കാം. ഫസ്റ്റ് വണ്ണിൽ ഞാനിതേ ഒരു വയലറ്റ് കളർ എടുത്തിട്ട് ഇങ്ങനെ തിരമാല പോലെ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ബ്ലാക്ക് കളർ എടുത്ത് ഒരു സ്റ്റാർ അവിടെ ഇവിടേക്ക് ആയിട്ട് ഇതാ ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കാം. അങ്ങനെ പ്രത്യേകിച്ച് സ്ഥലമൊന്നുമില്ല, ഇഷ്ടമുള്ളടത്തൊക്കെ വരച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വൺ ഡിസൈൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് വൺ നോക്കാം. സെക്കൻഡ് വണ്ണിൽ ഞാനിതേ ബോർഡറിൽ ബ്ലാക്ക് ആണ് വരച്ചു കൊടുക്കുന്നത്. അതും ഇങ്ങനെ നമ്മൾ നേരത്തെ വരച്ച പോലെ തിരമാല പോലെ വരച്ചിട്ട് അതിനുള്ളിൽ കളർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഇനി നമുക്കൊരു വയലറ്റ് കളർ എടുത്ത് അവിടെ ഇവിടേക്ക് ആയിട്ട് ഒരു ബോ പോലെ വരച്ചു കൊടുക്കാം. എന്തിനാണ് എപ്പോഴും ഇങ്ങനെ വയലറ്റ് എടുക്കുന്നത് ചോദിച്ചാൽ നമ്മുടെ കുറോമിയുടെ കളർ തന്നെ വയലറ്റ് ആണല്ലോ, അങ്ങനെയല്ലേ? അപ്പോൾ എന്തായാലും നമ്മളിവിടെ ഫുള്ള് വയലറ്റ് തീമിലാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് വണ്ണും ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഡിസൈനൊക്കെ വളരെ ഈസി ഉള്ളതാണ്. ഇനി വേണമെങ്കിൽ നമ്മൾ ബോ വരച്ചു കൊടുത്തതിനിടയ്ക്ക് ഇതാ ഇങ്ങനെ ബ്ലാക്ക് കളർ കൊണ്ട് ജസ്റ്റ് ഡോട്ട് ഇട്ട് കൊടുക്കാം. അതെന്തിനാന്ന് വെച്ചാൽ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല, ഒന്നുകൂടെ നല്ല പെർഫെക്ഷൻ കിട്ടും. ഇനി നമുക്ക് തേർഡ് വൺ ഡിസൈൻ നോക്കാം. അതിന് ഞാനിതേ ഇങ്ങനെ തലങ്ങും വിലങ്ങും കുറച്ച് ലൈൻസ് ഒക്കെ വരച്ചു കൊടുക്കുന്നുണ്ട്. ഉദ്ദേശിച്ചത് ഗ്രിഡാണ്, മനസ്സിലായല്ലോ അല്ലേ? അപ്പൊ നമ്മുടെ ഗ്രിഡൊക്കെ വരച്ചു കഴിഞ്ഞതിന് ശേഷം 4 സൈഡിലും ഇതാ ഇങ്ങനെ ബ്ലാക്ക് കളർ വെച്ച് നമുക്ക് കുറച്ച് ബോ ഒക്കെ വരച്ചു കൊടുക്കാം. നേരത്തെ നമ്മൾ വയലറ്റ് വെച്ചിട്ടായിരുന്നു വരച്ചത്, ഇനി നമുക്ക് കുറച്ച് ബ്ലാക്ക് വെച്ച് വരയ്ക്കാം. അങ്ങനെ നമ്മുടെ തേർഡ് വണ്ണും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫോർത്ത് വണ്ണ് നോക്കാം. അതിന് നമ്മൾ നേരത്തെ തിരമാല വെച്ച് ബോർഡർ വരച്ചത് ഓർമ്മയില്ലേ? അതുപോലെ തന്നെ ഒരു സൈഡിൽ മാത്രമായിട്ട് ഞാൻ അങ്ങനെ വരച്ചെടുക്കുന്നുണ്ട്. ഇനി ആ ഒരു സൈഡിലുള്ള ബോർഡറിലോട്ട് നമുക്ക് കുറച്ച് കേവ് ആയിട്ടുള്ള ലൈൻസ് ഇതാ ഇങ്ങനെ ഒന്ന് വരച്ചെടുക്കാം. ലൈൻസ് തമ്മിൽ കുറേ സ്പേസ് ഒന്നും വേണ്ട, കുറച്ച് സ്പേസ് മതി. അങ്ങനെയുള്ള രീതിയിൽ ഒന്ന് വരച്ചെടുക്കാം. അപ്പൊ നമ്മുടെ 4 ഡിസൈൻസ് ഇവിടെ നല്ല അടിപൊളിയായിട്ട് ഈസി ആയിട്ട് നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് 4 ഒന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് അത് ഈ കാണുന്ന പോലെ ജസ്റ്റ് ഒന്ന് ചുരുട്ടെടുക്കാം, നമ്മൾ കടല മേടിക്കാനൊക്കെ ചുരുട്ടുന്ന പോലെ. എന്നിട്ട് അതൊന്ന് സ്റ്റിക്ക് ചെയ്ത് വെക്കുക, ബാക്കി വരുന്ന പോർഷൻസ് കട്ട് ചെയ്ത് വെക്കുക. അങ്ങനെ എല്ലാ പേപ്പേഴ്സും ഒന്ന് ചുരുട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഏതെങ്കിലും 2 നെയിൽസിന് പുറത്ത് ബോയും പിന്നെ ഒരു കൊറോമിയുടെ ഫേസും ഒട്ടിച്ചു കൊടുക്കാം. അപ്പൊ നമ്മുടെ പേപ്പർ നെയിൽസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് പേപ്പർ ബ്ലൈൻഡ് ബാഗിനുള്ളിൽ വെക്കാനുള്ള പെൻസിൽ സ്ക്വിഷ് ഉണ്ടാക്കിയെടുക്കാം. അതിനാദ്യം തന്നെ നമ്മുടെ കുറോമിയുടെ ഫേസ് ഞാൻ വരച്ചു കൊടുക്കുന്നുണ്ട്. അതും 2 എണ്ണം വരച്ചെടുക്കുന്നുണ്ട്. അതെന്തിനാണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. അതുപോലെ നമ്മുടെ പെൻസിലും വരച്ച് കളർ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് വരക്കുന്നതിന്റെ കളർ ചെയ്യുന്നതിന്റെ ഒക്കെ വീഡിയോ കണ്ടിട്ട് വരാം. വരക്കലും കളറയിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഷീറ്റിന് മുകളിൽ മുഴുവനായിട്ടൊന്ന് സെല്ലോ ടാപ്പ് ഒട്ടിച്ച് വെക്കാം. എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ കുറോമിയുടെ ഫേസ് എന്തിനാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തതെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിന് മുന്നേ നമ്മൾ വരച്ചെടുത്ത പെൻസിൽ ഇതേ ഇങ്ങനെ ഒന്ന് മടക്കിയെടുക്കാം. അതിനുള്ളിൽ ഇതേ ഇങ്ങനെ നമ്മുടെ പെന്നിനുള്ളിലൊക്കെ വെക്കുന്ന നിബ് ഉണ്ടല്ലോ, അതൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ടേപ്പ് ഉപയോഗിച്ചിട്ടാണ് സ്റ്റിക്ക് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് അതിനുള്ളിൽ കുറച്ച് സ്പോഞ്ചോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് നിറച്ചെടുക്കാം. ഇനി നമുക്കത് ടേപ്പ് വെച്ചൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ സ്ക്വിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ കുറോമിയുടെ ഫേസ് അത് നമുക്ക് അതിന് മുകളിൽ ഇതേ ഇങ്ങനെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പേപ്പർ പെൻസിൽ സ്ക്വിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതാണ് നമ്മൾ ഫസ്റ്റ് ബാഗിൽ വെക്കുന്നത്. ഇനി സെക്കൻഡ് ബാഗിൽ എന്താണെന്ന് നോക്കാം. അതിനിത് ഞാൻ ഇങ്ങനെ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിൽ എടുക്കാം. എന്നിട്ട് ആ സെന്ററിൽ വരുന്ന പോർഷനിൽ നമ്മുടെ കുറോമിയുടെ ഫേസ് വരച്ചെടുക്കുന്നുണ്ട്. ദെൻ അതിനൊന്ന് വയലറ്റ് കളർ അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കതൊന്ന് സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിച്ചതിന് ശേഷം വേണം കട്ട് ചെയ്യാനായിട്ട്. ഇനി നമുക്കത് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഫൈനലി നമുക്കൊരു ബോക്സ് ആണ് കിട്ടുക. ഒരു കുഞ്ഞു
ബോക്സ്. നമ്മളിവിടെ ഉദ്ദേശിച്ചത് ഒരു കുറോമി ക്യാൻഡിയാണ്. അപ്പോൾ നമ്മൾ അതിനുള്ളിൽ നിറച്ചു കൊടുക്കാനുള്ള സംഭവമൊക്കെ നിറച്ചു കൊടുക്കുന്നുണ്ട്. ഇതില്ലാത്തവരാണെങ്കിൽ ജസ്റ്റ് പ്ലാസ്റ്റിക് കവർ നിറച്ചു കൊടുത്താലും മതി. ഇനി ഇതേ ഇങ്ങനെയുള്ളൊരു പേപ്പർ എടുത്ത് ഞാൻ അതിനുള്ളിലോട്ടൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ആ പേപ്പർ ക്യാൻഡി ആണെന്ന് തോന്നിക്കാൻ വേണ്ടി ആ പേപ്പറും കൂടി ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കുന്നുണ്ട്. അതിനിതേ ഇങ്ങനെയൊക്കെയാണ് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇനി നമ്മുടെ കുറോമിയുടെ ഫേസും കൂടി അതിന് താഴെയായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കുറോമി ക്യാൻഡി ഇവിടെ റെഡി ആയിട്ട് കിട്ടും. ഇതാണ് നമ്മുടെ സെക്കൻഡ് ബ്ലൈൻഡ് ബാഗിൽ വരുന്നത്. എനിക്ക് ഈ ബ്ലൈൻഡ് ബാഗിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഈ ഒരു കുറോമി ക്യാൻഡിയാണ് കേട്ടോ. നിങ്ങൾക്ക് ഏതാ ഇഷ്ടമായത് വീഡിയോ കംപ്ലീറ്റ് കണ്ടിട്ട് പറയാൻ മറക്കണ്ട. ഇനി നമുക്ക് അടുത്ത് നോക്കാം. അതിന് നമ്മുടെ കുറോമിയുടെ ഫേസ് വരച്ച് കളർ ചെയ്ത് സെല്ലോ ടേപ്പ് ഒട്ടിച്ച് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിന്റെ സൈഡൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ ഒരു സംഭവം ഒന്ന് ഞാൻ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ കുറോമി സ്ക്വിഷ് റെഡി. ഇനി നമുക്ക് അതിന്റെ സൗണ്ട് ഒന്ന് നോക്കാം. സംഭവം അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. എനിക്ക് ആ സൗണ്ട് ഒത്തിരി ഇഷ്ടമായി. ഇനി നമുക്ക് പേപ്പർ ബ്ലൈൻഡ് ബാഗിനുള്ള മെയിൻ കവർ ഉണ്ടാക്കിയെടുക്കാം. അതിനിതേ ഞാൻ ഫ്രണ്ടിൽ കുറോമി ബ്ലൈൻഡ് ബാഗ് എന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കുറോമിയുടെ പിക്ചറും ഞാനൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫൈനലി നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയത്. ഇനി നമുക്ക് ബ്ലൈൻഡ് ബാഗിൽ ഉള്ളിൽ വെക്കാനുള്ള സംഭവങ്ങൾക്കൊക്കെ ഒരു കവർ ഉണ്ടാക്കിയെടുക്കണം. നമ്മൾ ഉണ്ടാക്കി വെച്ചതിന്റെ ഓരോന്നിന്റെ അളവിൽ കവർ ഉണ്ടാക്കിയെടുക്കണം. എന്നിട്ട് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അതിന് പുറത്ത് ജസ്റ്റ് ഒന്ന് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് കൊടുക്കാം. അതായത് ബ്ലൈൻഡ് ബാഗ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കൊരു ക്യൂരിയോസിറ്റി വേണമല്ലോ, അതിനുവേണ്ടി. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ മാർക്കും ഞാൻ ഇവിടെ വരച്ച് കളർ ചെയ്ത് ഇങ്ങനെ എടുക്കുന്നുണ്ട്. ഞാൻ പണ്ടെപ്പോഴോ ഉണ്ടാക്കി വെച്ച കുറോമിയുടെയും ഫ്രണ്ട്സിന്റെയും ഒരു മിനി ബുക്ക് ഉണ്ടായിരുന്നു. അതിന്റെ അളവിലാണ് ഞാനിപ്പോൾ ഈ കവർ എടുത്തിട്ടുള്ളത്. ഇനി അതൊന്ന് ജസ്റ്റ് ഉള്ളിലോട്ട് വെച്ച് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഓരോന്നും നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്തെടുക്കാം. ഫസ്റ്റ് വണ്ണെന്ന് പറഞ്ഞിട്ട് വേണം നമ്മുടെ കുറോമി നെയിൽസ് വെക്കാനായിട്ട്. കാരണം നമുക്ക് ബ്ലൈൻഡ് ബാഗ് ഓപ്പൺ ചെയ്യുമ്പോൾ നെയിൽസ് വേണ്ടേ. ഇത് നമുക്ക് ബ്ലൈൻഡ് ബാഗിനുള്ളിൽ വെക്കണമെന്നില്ല, പുറത്ത് വെച്ചാലും മതി. ഇനി നമുക്ക് ഈ ഫില്ല് ചെയ്ത ഓരോ കവറും ബ്ലൈൻഡ് ബാഗിനുള്ളിലോട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പൊ എന്തായാലും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. നമ്മുടെ ബ്ലൈൻഡ് ബാഗ് ഓപ്പൺ ചെയ്യുന്ന വീഡിയോ കാണാനായിട്ട് ചാനൽ ചെക്ക് ചെയ്ത് നോക്കാൻ മറക്കണ്ട.